ഇത്രയും വലിയ ലവ് എന്ന് പറയുന്ന ഹ്യൂജ് സാധനം അത് നമ്മൾ ഒരു ചെറിയ ബോട്ടിലിനകത്ത് അടയ്ക്കാൻ നോക്കുന്ന പോലെ ഉള്ളൂ. അപ്പൊ സ്നേഹത്തെ നമ്മൾ ഒരിടത്ത് ഒതുക്കരുത്. ഒരിടത്ത് ഒതുക്കിയാൽ ഇത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ലവ് വിത്ത് കണ്ടീഷൻ ഭയങ്കര എക്സ്പ്ലോഡ് ആവും. അവിടെയാണ് കുത്തും വെട്ടും. നമ്മൾ പറയത്തില്ല, ഈ കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്നിടത്ത് മനുഷ്യർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഒരിടത്തോട്ട് മാത്രം ആയിപ്പോയതിന്റെ പ്രശ്നം. അങ്ങനെ നമുക്ക് അൺകണ്ടീഷണലി ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്ട്രേഞ്ചേഴ്സിനോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺകണ്ടീഷണലി ലവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് തിങ്, അപ്പോൾ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോടും അൺകണ്ടീഷണലി ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ അടുത്തൊരു യൂണിവേഴ്സൽ ഇതിലോട്ട് അടുത്ത ഒരു ക്രൈറ്റീരിയ ആണ് യൂണിവേഴ്സൽ ലവ്. ഈ യൂണിവേഴ്സിനെ മുഴുവനും നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും, അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റും. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം വരും. ഞാനപ്പോ ചിന്തിക്കും, ഞാൻ യൂണിവേഴ്സിനെ സ്നേഹിക്കാന്ന് ചിന്തിക്കും, എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ജന്തുവാണ് പാമ്പ്. അപ്പൊ ഞാൻ ചിന്തിക്കും, അതിനെ ഞാൻ സ്നേഹിക്കണോ? ദാറ്റ് ഈസ് നമ്മള് പണ്ട് ബയോളജിയിലൊരു ഫുഡ് ചെയിൻ ഇങ്ങനെ തവളെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ അടുത്ത കഴുകാൻ കഴിക്കുന്നു, ഇങ്ങനെ 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 ഇറ്റ്സ് കണക്റ്റഡ് അല്ലെ? എല്ലാരും കണക്റ്റഡ് ആണ്. എല്ലാ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റോള് ഉണ്ട്. നമ്മളെല്ലാവരും ഈ യൂണിവേഴ്സിന്റെ ഒരു പാർട്ടാണ്. അപ്പോ ആ ഒരു യൂണിവേഴ്സൽ ലവിലേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റും. യൂണിവേഴ്സൽ ലവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു രാജ്യം, നമ്മുടെ രാജ്യം, പലപ്പോഴും ഈ രാജ്യസ്നേഹമൊക്കെ നല്ലതാണ്. പക്ഷെ ദേശസ്നേഹം നല്ലതാണ്, രാജ്യസ്നേഹം നല്ലതാണ്, കുടുംബസ്നേഹം നല്ലതാണ്, വ്യക്തിസ്നേഹം നല്ലതാണ്. പക്ഷെ അത് ഒരു പരിധി കൂടുതൽ കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ലവ് എന്ന് പറയുന്ന ഹ്യൂജ് സാധനം അത് നമ്മൾ ഒരു ചെറിയ ബോട്ടിലിനകത്ത് അടയ്ക്കാൻ നോക്കുന്ന പോലെ ഉള്ളൂ ലവ് എന്ന് പറയുന്നത്. അപ്പൊ ലവ് ഇൻ ലിമിറ്റേഷൻ ആൻഡ് ലവ് വിത്ത് കണ്ടീഷൻ ഭയങ്കര എക്സ്പ്ലോഡ് ആവും. അവിടെയാണ് കുത്തും വെട്ടും. നമ്മൾ പറയത്തില്ല, ഈ കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്നിടത്ത് മനുഷ്യർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഒരിടത്തോട്ട് മാത്രം ആയിപ്പോയതിന്റെ പ്രശ്നം. അവരാരും സ്നേഹമില്ലാത്ത ആളുകളല്ല. ഞാൻ കണ്ണൂര് കുറച്ചു നാളുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു, കണ്ണൂരൊക്കെയാ പോകുന്നത്, സൂക്ഷിക്കണം, വെറുതെ റോഡിൽ കൂടെ നടന്നാലും ബോംബേറ് കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് താമസിച്ചപ്പോഴാണ്, ഒരു 3 വർഷം താമസിച്ചപ്പോഴാണ് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാ. സ്നേഹം ഒരിടത്ത് മാത്രം ഒതുങ്ങി പോകുന്നതിന്റെ പ്രശ്നമേ അവർക്കുള്ളൂ. അപ്പൊ സ്നേഹത്തെ നമ്മൾ ഒരിടത്ത് ഒതുക്കരുത്. കണ്ടീഷണലായിട്ട് ഒരിടത്ത് ഒതുക്കിയാൽ അത് എവിടെ നമ്മൾ അങ്ങനെ കണ്ടീഷണലായിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കുന്നോ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് കൺസ്ട്രക്റ്റീവ്. നിങ്ങളുടെ എന്ന് പറഞ്ഞ സ്നേഹം, നമ്മൾ അതൊരു റിലീജിയൻ ആയിക്കോട്ടെ, അതൊരു കുടുംബം ആയിക്കോട്ടെ, അതൊരു വ്യക്തിയോടായിക്കോട്ടെ, അതൊരു ദേശത്തോടായിക്കോട്ടെ, ഒരു രാജ്യത്തോടായിക്കോട്ടെ, ഒന്നിലോട്ട് മാത്രം നമ്മൾ സ്നേഹം പ്രൊവൈഡ് ചെയ്താൽ ഈസ് ഇറ്റ് കൺസ്ട്രക്റ്റീവ് ഓർ ഡിസ്ട്രക്റ്റീവ്? അതിന്റെ എൻ പ്രോഡക്റ്റ് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ കുട്ടികളോടായാലും, അല്ലെങ്കിൽ നമ്മളുടെ ചിലർക്ക് ജോലിയോടാണ് കേട്ടോ, ചിലർക്ക് വർക്കിനോട്, ചിലരുടെ സ്ഥാപനങ്ങളോട് ഒക്കെ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവാ. ഫ്ലോ ലവ് ഷുഡ് ഫ്ലോ. നമ്മളെപ്പോഴും സ്നേഹത്തിന്റെ ഒരു സിദ്ധാന്തം എന്ന് നമ്മൾ പറയല്ലോ, മണി ഷുഡ് ഫ്ലോ എന്ന് പറയുമല്ലോ. പൈസയും കൂട്ടി വെക്കരുത്, മണി ഫ്ലോ ചെയ്യുമ്പോഴാണ് അത് കൂടി വരുന്നത് എന്ന് പറയുന്ന പോലെ ലവ് ഷുഡ് ഫ്ലോ. ഒരു തടസ്സമില്ലാതെ ഒഴുകുന്ന നദി പോലെ ഇത് ഒഴുകണം. അല്ലാതെ ഒഴുകാതെ കെട്ടി നിർത്തിയാൽ അതെന്താ? ഡ്രെയിനേജ് ആവും. നല്ല വെള്ളവും ദൂഷിച്ച വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും, ദൂഷിച്ച വെള്ളം ഒരിടത്ത് കെട്ടിക്കിടക്കുമ്പോൾ അതെന്താവും? ഡ്രെയിനേജ് ആയി മാറും. ലവിന്റെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലവ് ഷുഡ് ഫ്ലോ. അങ്ങനെ ഒരിടത്തോട്ട് കെട്ടി നിർത്താനുള്ളതല്ല എന്ത്? ലവ് വിത്ത് ലിമിറ്റഡ് സർഫസ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ. ഇറ്റ്സ് വെരി ഡിസ്ട്രക്റ്റീവ് ഇൻ നേച്ചർ. ഇനി ഇത് ഏറ്റക്കുറ പാർഷ്യാലിറ്റി എന്ന് നമ്മൾ പറയും. ഒരാളോട് കൂടുതൽ, ഒരാളോട് കുറവ്. മനുഷ്യനെ ചിലപ്പോൾ ഇത്തിരിയൊക്കെ അങ്ങനെ വരും, പക്ഷെ ഹ്യൂജ് ഡിഫറൻസ് ഒക്കെ കാണിച്ചാൽ അതും ഡിസ്ട്രക്റ്റീവാണ്. ഞാൻ പറയും, സിബ്ലിങ്സ് തമ്മിൽ ചേരായിക ഉണ്ടെങ്കിൽ അവരുടെ പേരൻസ് കാണിക്കുന്ന ചില പാർഷ്യാലിറ്റിയിൽ നിന്നാണ് ആ പിന്നെന്താ പറയുന്ന ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനുഷ്യനെ ചിലപ്പോൾ പാർഷ്യലായി പോവും, പക്ഷെ നമുക്ക് ഈക്വൽ ആയിട്ട് ഈ ലവിനെ ഫ്ലോ ചെയ്യിക്കാൻ അറിയാമോ, നമ്മൾ ലൈഫിൽ സക്സസ് ആയി. അപ്പൊ നമ്മൾ എന്തിലേക്ക് ഉയരും? യൂണിവേഴ്സൽ ലവിലേക്ക് ഉയരും. അടുത്ത സ്റ്റേജ് ആണ്, നമ്മൾ യൂണിവേഴ്സൽ ലവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റ് ലാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് അൺകണ്ടീഷണൽ ലവ് ദ വൺ ഹു ഹേർട്ട് യു. നമ്മളെ ദ്വേഷിക്കുന്നവരെ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ, നമ്മളെ ഇഷ്ടമില്ലാത്തവരെ, നമ്മളുടെ ശത്രുക്കളെ, ആ വേർഡ് എനിക്ക് അങ്ങനെ പറയുന്നത് അത്ര ഇഷ്ടമല്ല, അവരെ പോലും എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാനായിട്ട് പറ്റും.
ഈ 3 സ്റ്റേജും കഴിഞ്ഞിട്ടാണ് 4ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നത്. 4ാമത്തെ സ്റ്റേജ് ആണ് ലവ് ദ വൺ ഹു ഹർട്ട് യു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ലോജിക്ക് ഇല്ലാതാകുക എന്നുള്ളതല്ല അൺകണ്ടീഷണൽ ലവ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡെല്യൂഷണൽ ഡിസോർഡർ, സംശയരോഗം പീക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കണം എന്ന് അൺകണ്ടീഷണൽ ലവ് ഒരിക്കലും പറയുന്നില്ല. നിരന്തരമായിട്ട് എന്നെ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആക്കി എടുക്കുക, നിരന്തരമായിട്ട് എന്നെ ചതിക്കുക, എന്നെ നെഗറ്റിവിറ്റിയിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെ ഉള്ള ആളുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അൺകണ്ടീഷണൽ ലവിന്റെ ഒരു ഏറ്റവും വലിയ എന്താ പറയുക സ്റ്റേജ് തന്നെ. അപ്പൊ ഹേർട്ട് ചെയ്തവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അത് എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പക്ഷെ സ്നേഹിക്കാൻ സാധിക്കും, അൺകണ്ടീഷണലി സ്നേഹിക്കാൻ സാധിക്കും. നമുക്ക് അത്രയും നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ, ഈ 3 സ്റ്റേജസിലൂടെ നമ്മൾ ഉയർന്നു കഴിയുമ്പം നമുക്കത് സാധിക്കും. അപ്പൊ നമ്മളുടെ ലൈഫ് കൊണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് ഹീലിംഗ് കൊടുക്കാനായിട്ട് പറ്റും. നമുക്കും ഹീലിംഗ്, നമ്മളുടെ ഇന്റേണൽ ഹീലിംഗ് നടക്കുമ്പോൾ അത് ഒത്തിരി പേരിലേക്ക് ആ എനർജി ചെല്ലും. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ടൂളാണ് ദിസ് അൺകണ്ടീഷണൽ ലവ്.